രണ്ടാം ലോക മഹായുദ്ധത്തെ അടിസ്ഥാനമാക്കി എടുത്ത സിനിമകളിൽ അത്യധികം ശ്രദ്ധേയമായ സിനിമയാണ് ദി പിയാനിസ്റ്റ്. നാസി തടങ്കൽ പാളയത്തിൽ നിന്ന് അതിജീവിച്ച വ്ളാഡിസ്ലാവ് സ്പീൽമാന്റെ ആത്മകഥയെ അടിസ്ഥാനമാക്കി പ്രശസ്ത പോളിഷ് സംവിധായകൻ റോമൻ പൊളാൻസ്കിയാണ് സിനിമ സംവിധാനം ചെയ്തത്. 2003 മികച്ച സംവിധായകനും നടനും ഉൾപ്പെടെ 3 ഓസ്കർ അവാർഡുകളും ഈ ചിത്രം നേടിയെടുത്തു. പോളണ്ടിലെ നാസി ക്യാമ്പായ വാർസോ ഗെറ്റോയിലെ പീഡനമുറകൾ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. വാർസയിൽ ജൂത പിയാനിസ്റ്റായ വ്ളാഡിസ്ലാവ് സ്പിൽമാന് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളും ജീവൻ നിലനിർത്താനുള്ള നിസ്സഹായനായ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളുമാണ് സിനിമ പറയുന്നത്. യുദ്ധ സിനിമ എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും മനുഷ്യന്റെ ജീവിതത്തോടുള്ള അടങ്ങാത്ത ആസക്തിയും അതിജീവനവുമാണ് സിനിമയുടെ ശവശരീരങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട തുരുത്തുപോലെ ജീവന്റെ പിയാനോ ശബ്ദം കേൾക്കാം. രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമായ സിനിമകളിൽ സ്റ്റീവൻ സ്പീൽബർഗിന്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റും റോബർട്ടോ ബെനിഗ്നിയുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളും പോലെ ഗംഭീരമായ കലാസൃഷ്ടിയാണ് ദി പിയാനിസ്റ്റ്. നാസി പട്ടാളത്തിന്റെ പിടിയിൽ വാർസോ നഗരം അകപ്പെട്ടപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പിയാനിസ്റ്റിന്റെ ശ്രമങ്ങൾക്കിടയിൽ ശ്വാസമടക്കി പിടിച്ചു പോകുന്ന നിരവധി രംഗങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. വാഴ്സ റേഡിയോ സ്റ്റേഷനിൽ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാസി പട്ടാളം അവിടെ ബോംബ് വർഷിക്കുന്നത്. പോളണ്ടിലേക്കുള്ള ജർമ്മനിയുടെ കയ്യേറ്റം അവിടെ തുടങ്ങിയാണ്. വ്ളാഡിസ്ലാവ് സ്പിൽമാനായി അഭിനയിച്ച ആഡ്രിയാൻ ബ്രോഡിയുടെ കിടയേറ്റ അഭിനയം പ്രശംസ അർഹിക്കുന്നു. ആഡ്രിയാൻ ബ്രോഡിയുടെ അഭിനയവും റൊണാൾഡ് ഹാവുഡിന്റെ തിരക്കഥയും റോമൻ പൊളാൻസ്കിയുടെ സംവിധാനവും ഒത്തുചേർന്നപ്പോൾ പ്രേക്ഷകന് ലഭിച്ചത് ഗംഭീരമായ സിനിമാനുഭവമാണ്. വോയ്സിക് കീലറുടെ പശ്ചാത്തല സംഗീതം എടുത്തു പറയേണ്ടതാണ്.